ഹലോ വെൽക്കം ബാക്ക് ടു ponnus കുക്കിംഗ്. അപ്പോൾ ഇന്ന് കുട്ടികൾക്കെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴേക്കും ഇതിന് പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഓൾറെഡി നൂഡിൽസിലൊക്കെ ഉപ്പിൻ്റെ അംശം ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മാഗിയുടെ ഒരു പാക്കറ്റാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ആ പാക്കറ്റ് നമ്മളിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. പൊട്ടിക്കാതെ ഇട്ട് യൂസ് ചെയ്യാനാണ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ മാഗിയുടെ കൂടെ കിട്ടുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ നൂഡിൽസ് എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് ആ രീതിക്ക് തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. മസാല കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് മാഗി അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് കുക്കാവുന്നുണ്ട്. ഇത് ഏതാണ്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളമൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമുക്ക് ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് എറൗണ്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. അടുത്ത് നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മളിനി പാകത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് നമ്മൾ വെജിറ്റബിൾസിനും കൂടെ ചേർത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ബ്ലാക്ക് പെപ്പർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതിലേക്ക് 2 ടീസ്പൂണോളം അളവ് ചെറിയ സവോള ചെറുതായിട്ട് കുത്തി അരിഞ്ഞതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവ് ക്യാരറ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് റെഡും വേണമെങ്കിൽ വെറൈറ്റി കളർഫുൾ ആയിരിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഇതെല്ലാം നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കാണ് നമ്മളിത് കൊടുക്കുന്നതെങ്കിൽ മാക്സിമം പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഒരു ടീസ്പൂണോളം അളവ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കുന്ന പോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് നമ്മൾ ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഓംലെറ്റൊക്കെ ഏതാണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് നമ്മളിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് മൊസറല്ല ചീസോ അല്ലെങ്കിൽ ചീസിൻ്റെ സ്ലൈസോ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും കുട്ടികൾക്ക് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ഒരു സ്നാക്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദേ ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതേ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നൂഡിൽസ് ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ കുറേ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈവനിങ് സ്നാക്സ് ഒക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു രീതിക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം. ശരിക്കും ഈ ഒരു ചെറിയ പീസ് മതി ഓരോരുത്തർക്കും നമുക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കുവാനായിട്ട്. നല്ല ഹെൽത്തിയും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.